SDPI വോട്ടിനു വേണ്ടി ഇടതും വലതും മത്സരിക്കുകയാണെന്ന് ജനസഭയിൽ BJP പ്രതിനിധി. മലപ്പുറത്തിന്റെ വികസന മുരടിപ്പും KMCT കോളേജിൽ NDA സ്ഥാനാർത്ഥിയെ തടഞ്ഞ സംഭവവും പ്രധാന ചർച്ചയായി. മലപ്പുറം അങ്ങാടിപ്പുറത്ത് നടന്ന ജനസഭാ സംവാദം കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ഏറെ ശ്രദ്ധേയമായി. മലബാറിലെ ക്ഷേത്രനഗരമായ അങ്ങാടിപ്പുറത്ത് നടന്ന ജനസഭയിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ വികസന മുരടിപ്പും രാഷ്ട്രീയവും ചർച്ചയായി. ഇവരുടെ വികസനം എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് അങ്ങാടിപ്പുറത്തേക്കാണ് കയറി കഴിഞ്ഞാൽ ഇവിടെ ഈ മേൽപ്പാലം ഇത് ഇവരുടെ വലിയ വികസനത്തിൻ്റെ ഒരു മാതൃകയാണ്. കാരണം ഒരു 4 വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ബ്ലോക്കാണ്. അതേമാതിരി തന്നെയാണ് ഒലിങ്കര അവിടെ ഒരു ലൈഫ് മിഷൻ്റെ ഫ്ലാറ്റ് കെട്ടിവെച്ചിട്ടുണ്ട്. ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയാണ് ആ ഫ്ലാറ്റിൻ്റെ അവസ്ഥ. അതിൽ ഈ ഡ്രൈനേജും ഈ സെപ്റ്റിക് ടാങ്കൊക്കെ പൊട്ടിയിട്ട് വെള്ളം അങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയും ഇവിടെ വറ്റാത്ത നീരുറവ ഉണ്ട് എന്നാണ് ചില സഖാക്കളൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. ഒറ്റ കാര്യം കൂടെ ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. എനിക്കിവിടെ നിൽക്കാൻ വയ്യ, നടുവേദന. എടപ്പാളിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക. ആരാണ് അതിനുത്തരവാദി? UDF ഭരിക്കുന്ന കാലത്ത് ഏറ്റവും നല്ല റോഡുകൾ ഉണ്ടായിരുന്നത് ഇവിടെയായിരുന്നു. അന്നൊരു സാംസ്കാരിക നായകൻ പറഞ്ഞ് കാസർഗോഡ് നിന്ന് ഒരു കോഴിമുട്ട ഉരുട്ടിയാൽ തിരുവനന്തപുരത്ത് വരെ അത് പൊട്ടാതെ പോകുന്നതായിരുന്നു. അതൊക്കെ അമ്മോഷാക്കി മരുമോനും കൂടി ഇപ്പം എന്താക്കി എന്നുള്ളത് നമ്മൾക്കറിയാം. അവർക്ക് അവരുടെ കാര്യം തന്നെ തീർക്കാനുള്ള പ്രയാസമാണ്. പിണറായി വിജയൻ്റെ മടിയിലേ കനലില്ലാത്തുള്ളൂ, പക്ഷെ തലൻ്റെ മുകളിൽ വലിയ വാള് തൂങ്ങുന്നുണ്ട്. ആ ബേജാറിനിടയിൽ റോഡ് നന്നാക്കാനും ഈ വികസനമൊക്കെ ചെയ്യാനും പിണറായി മറന്നിട്ടുണ്ടാകും. UDF വരട്ടെ. ഇടതുപക്ഷ ഗവൺമെന്റ് ഈ റോഡിനോട് അവഗണന കാണിച്ചിട്ടില്ല. MLA കടുത്ത അവഗണന കാണിച്ചപ്പോഴും ഈ ഗവൺമെന്റ് UDFന്റെ MLA ആണ് കഴിഞ്ഞ 10-12 വർഷമായി എന്ന് കരുതി ഒരു അവഗണനയും ഇതിനോട് കാണിച്ചില്ല. 6 കോടി രൂപ ആദ്യം അനുവദിച്ചു, വീണ്ടും ഇതാ 7 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. അത് ഈ റോഡിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും രൂപത്തിൽ 13 കോടി രൂപ ഈ ഗവൺമെന്റ് ഈ റോഡ് അനുവദിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് 1 രൂപ പോലും 13 രൂപ പോലും ഇവിടെ MLA ചെലവഴിച്ചിട്ടില്ല. NDA സ്ഥാനാർത്ഥിയെ കുറ്റിപ്പുറം KMCT കോളേജിൽ MSF SFI പ്രവർത്തകർ തടഞ്ഞതും പ്രേക്ഷകർ ചർച്ചയാക്കി. പിന്നാലെ മറുപടി പറഞ്ഞത് ഇരു മുന്നണികളുടെ നേതാക്കളും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമില്ല. അത് അവിടെ ഉണ്ടായത് ഒരൊറ്റപ്പെട്ട സംഭവം. ആ ക്യാമ്പസിനകത്തുള്ള എന്താണ് വിഷയം എന്നുള്ളതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ നമുക്കറിയാം ക്യാമ്പസുകളെ പാർട്ടി ഗ്രാമങ്ങളാക്കി വെക്കുന്നത് SFI ആണ്. KMCTയുമായി ബന്ധപ്പെട്ട് അവിടെ അത്തരം പ്രതികരണം നടത്തിയത് ആര് തന്നെയായാലും ഒരു സംശയവും വേണ്ട, അത് തെറ്റായ പ്രവണതയാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് MSFന്റെ പ്രവർത്തകരാണ് അവിടെ തടഞ്ഞിട്ടുള്ളത് എന്നതാണ്. SDPI വോട്ടിന് വേണ്ടി ഇടതും വലതും മത്സരിക്കുകയാണെന്ന് NDA പ്രതിനിധി ആരോപിച്ചു. SDPIയും UDFുമായിട്ട് രഹസ്യമായ ധാരണ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. CPMും ഒട്ടും മോശമല്ല. കാരണം നിയമം തെരഞ്ഞെടുപ്പിൽ പരസ്യമായി ശിവൻകുട്ടിക്ക് SDPI പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അത് വേണ്ട എന്ന് പറയാത്ത പാർട്ടിയാണ് CPM. ചോദ്യങ്ങൾക്ക് NDA പ്രതിനിധി ഉത്തരം പറയുന്നതിനിടെ ജനസഭ തടസ്സപ്പെടുത്താനും ശ്രമം നടന്നു. നിങ്ങൾ ഈ ചാനൽ ചർച്ച ഇവിടെ രാജ്യത്തെ ജനങ്ങള് കാണുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ കാണുന്ന ചാനൽ ചർച്ചയിൽ കാര്യങ്ങൾ പറയുമ്പോൾ ശരിയായ രീതിയിൽ മറുപടി പറയുന്നത് അതിനുവേണ്ടി നിങ്ങൾ സഹകരിക്കും. ഭീഷണി വേണ്ട. അങ്ങാടിപ്പുറത്ത് നടന്ന ജനസഭ വാദപ്രതിവാദങ്ങളാലും ജനപങ്കാളിത്തത്താലും കൂടുതൽ ശ്രദ്ധേയമായി. ജനം, മലപ്പുറം.